ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങായാലും കുറച്ചങ്ങോട്ട് നടക്കുമ്പോഴായാലും 35 വയസ്സ് കഴിഞ്ഞ ആരായാലും നടക്കണതിന് ഒരു താളമൊക്കെ ഉണ്ട്, രണ്ട് സൈഡിലേക്കൊക്കെ ഇങ്ങനെ പോകണം. ഇപ്പം ഞാനടക്കം അങ്ങനെ തന്നെയാണ്. ഒരു കല്യാണത്തിന് പോകുമ്പോഴാണ് നമ്മളിത് കാണുക. ഇത് പണ്ടൊന്നും കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ഡാൻസ്. ഇതെന്താ സംഭവം? എല്ലാവർക്കും മുട്ടുവേദന കുറേ നേരം ഇരുന്ന് കഴിഞ്ഞ് നടക്കുമ്പോൾ അങ്ങനെയാണ്, ഇങ്ങനെ നടക്കാൻ പറ്റില്ല. ഒന്ന് കുറച്ച് നേരം ഒന്ന് നിന്ന് അല്ലെങ്കിൽ ആരെങ്കിലും കൈ പിടിച്ച് അങ്ങനെയൊക്കെ നടക്കുന്നത്. മറിച്ച് ഒരു 88 വയസ്സൊക്കെ ആയ ആൾക്കാരുണ്ടല്ലോ ഓടി നടക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അസൂയോടുകൂടി നോക്കും. എന്താ സംഭവം? നമ്മളെ ഭക്ഷണം തന്നെയാണ്. നമ്മൾ ഓവറായിട്ട് ഇപ്പോൾ പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ, ഒരു എന്താ പറയുക, ഒരു ഹെൽത്തി ആയിട്ട് ഉള്ള ഭക്ഷണമല്ല നമ്മളിപ്പോൾ ചെയ്തു പോരുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ കഴിച്ചു പോരണമെന്ന് വെച്ചാൽ ഇത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട്, അതായത് തേയ്മാനമൊക്കെ ആയിക്കോട്ടെ, ഒരു പരിധി വരെ ആയിട്ടുണ്ടാവും. അത് ഇനി മുന്നിലേക്ക് പോകണ്ട, നമ്മൾ ഇതിലേക്കൊക്കെ അങ്ങോട്ട് മാറുക. അപ്പോൾ അത് ഡെയിലി നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി മേലാക്കാൻ ഉള്ള മാറ്റങ്ങൾ ഉണ്ടാവില്ല. ഏത് നമുക്ക് ബോഡിയിൽ ഇപ്പോൾ ബോൺ ഡെൻസിറ്റി കുറയുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതൊരു മെനപ്പോസ് കഴിഞ്ഞ ലേഡീസിന് പ്രത്യേകിച്ച് അതിൻ്റെ ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊരു നേരത്തെ കണ്ട് തന്നെ നമുക്ക് ഇതിലേക്കൊക്കെ അങ്ങോട്ട് മാറാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് എള്ളിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നും ഇതിലിപ്പോൾ ചേർക്കണ ഓരോന്നിനെ കുറിച്ചും ഞാനൊന്നും വിവരിക്കുന്നില്ല. കാരണം അത് നിങ്ങൾക്ക് ബോറിംഗ് ആണ്. ഈ യൂട്യൂബ് കാണുന്ന എല്ലാവർക്കും അറിയാം. ആൽമണ്ട് എന്താണ്, പീനട്ട് എന്താണ്, എല്ലാം അറിയാം. അപ്പോൾ അതുകൊണ്ട് പക്ഷേ നമ്മൾ കഴിക്കാനൊന്നും തയ്യാറാവില്ല എന്ന് മാത്രം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഡെയിലി അത് നമ്മളറിയാതെ തന്നെ നമ്മൾ ശരീരത്തിലേക്ക് കയറും. അത് ഒരേ ബോൾ എടുത്ത് ഡെയിലി കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഓഫീസിൽ പോകണമെന്ന് വെച്ചാൽ ഒരെണ്ണം എടുത്ത് കഴിക്കുക, 2 ഗ്ലാസ് വെള്ളം കുടിക്കുക, പോവുക. മനസ്സിലായോ? അപ്പോൾ എള്ള് വറുത്തു ഇതിലിട്ട്, ഞാനത് വറുത്ത് വെച്ചിട്ടുള്ള എൻ്റെ കിച്ചണിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എള്ളുണ്ടായി ഞാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, നല്ലോണം കഴിക്കും. അപ്പോൾ ഞാൻ വറുത്ത് വയ്ക്കും. ആ എള്ള് ഒന്ന് ചൂടാക്കുക ഞാൻ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒന്ന് പൊട്ടണം കേട്ടോ. അത് എടുത്ത് മഴക്കാലമാണ് വരുന്നത്, അപ്പോൾ എല്ലാം നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് എടുക്കാൻ, അല്ലെങ്കിൽ പൂപ്പൊരി വരും. അപ്പോൾ ഇപ്പോൾ ഇട്ടിട്ടുള്ളത് കപ്പലണ്ടി, പീനട്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊന്നുമില്ല, തൊലി ഇല്ലാത്തതാണ്. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് അതൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ നമ്മൾ പൊടിക്കുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് വെവ്വേറെ ഇടുന്നത് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ഇടാൻ പോണത് കാഷ്യൂസാണ്. കാഷ്യൂസ് നമ്മൾക്ക് റോസ്റ്റ് ചെയ്തത് കിട്ടും, അതെടുത്താലും മതി. എന്നാലും ഒന്ന് ചൂടാക്കിയിട്ട് ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം നമുക്ക് മനസ്സിന് തന്നെ നമുക്ക് കുഴപ്പമില്ല, അത് ഒക്കെ റോസ്റ്റ് ചെയ്താണെന്ന് വരില്ലേ. ചെറിയൊരു പൂപ്പൽ പോലും പാടില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഇത് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായി ഡോക്ടറെ അടുത്ത് പോവാറില്ല. പോയാൽ തന്നെയും ആ മരുന്ന് കൃത്യമായിട്ട് കഴിക്കാറില്ല. എത്ര പേര് കഴിക്കുന്നുണ്ടാവില്ല. ഞാൻ എൻ്റെ അടുത്ത് പറയണം ഇങ്ങനെ, ഇന്ന് മരുന്ന് കഴിച്ചോ എന്ന് പറയുമ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് മരുന്ന് കഴിക്കാം വല്ല ആവശ്യത്തിനൊക്കെ. അപ്പോൾ അങ്ങനെയാണ് സംഭവം അല്ലേ. അപ്പം നമ്മൾ എന്തായാലും ഇപ്പോൾ ഈ ഓഫീസിൽ പോകുമ്പോഴായാലും ഇപ്പോൾ പുറത്തേക്ക് പോകുമ്പോഴായാലും എന്തായാലും ഇത് കാണുന്നിടത്ത് ഒരു പാത്രത്തിൽ വയ്ക്കുക. അപ്പോൾ രാവിലെ അതെടുത്ത് ഒരെണ്ണം കഴിക്കുക, കുറച്ച് വെള്ളം കുടിക്കുക, പോവുക. ഇതിൽ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഇതിൽ ചിയാ സീഡ് ഉണ്ട്, ഫ്ലാക്സ് സീഡ് ഉണ്ട്. അപ്പോൾ ചിയാ സീഡും ഫ്ലാക്സ് സീഡ് ആയാലും 1 ടേബിൾ സ്പൂണിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പം നമ്മൾക്ക് ഇത് 35 ബോൾസോളം ഏകദേശം കിട്ടും. അപ്പോൾ നമുക്ക് അതിൽ ഒരു 1/4 കപ്പ് വെച്ചാണ് അത് ചേർക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു ബോളിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ അത്ര തന്നെ നമുക്ക് ആവശ്യമുള്ളൂ. ഒരു ചെറിയ കഷ്ണം പട്ട അത് ചേർക്കുന്നുണ്ട്. അത് വറക്കൊന്നും വേണ്ട, അത് ആ എള്ളിയിൽ തന്നെ ഇട്ടു. അതിലൊന്നും ഇതാക്കുക. ചിയാ സീഡ് 1/4 കപ്പ്, അത് വറക്കണ്ട ചിയാ സീഡ്. പിന്നെ ഫ്ലാക്സ് സീഡ് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, നമുക്കത് വാങ്ങിക്കാൻ കിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി തന്നെ ഇടണം. 1/4 കപ്പ് കേട്ടോ, 1/4 കപ്പ് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിയാ സീഡ് അതേപോലെ ഫ്ലാക്സ് സീഡ്, ഇതൊരു 3 കൂടിയിട്ട് നമുക്ക് വേറെ പൊടിക്കണം. നട്ട്സ് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട വേണ്ടു. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് തന്നെയാണ് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് ഞാൻ കുരുവൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നിച്ച് നമുക്കൊന്ന് പൊടിക്കാം. കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആൽമണ്ട് കൂടി ഉണ്ട്, അത് ഞാൻ പറയാം. അത് ലാസ്റ്റ് കുറച്ച് ഗുണം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വറുത്തിട്ട് പൊടിച്ച് എടുക്കാം കേട്ടോ. അത് ഞാനിത് പൊടിക്കാനുള്ള നോക്കട്ടെ. വലിയ ജാർ എടുത്തിട്ടുണ്ട്, അതെൻ്റെ മടി ആയിട്ട് വലുതെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചെറിയ ജാറിലിട്ടിട്ട് പെട്ടെന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. ചൂടാറിയതിന് ശേഷം പൊടിച്ചാൽ മതി കേട്ടോ.
അപ്പോൾ നന്നായിട്ട് ഒന്ന് പൊടിക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ പൊടിച്ചോട്ടെ. കണ്ട, അപ്പോൾ അതിങ്ങനെ അപ്പോൾ എള്ളിയിൽ നിന്ന് ഒരു എണ്ണ വരും ഒരു ഇതായിട്ട്. അപ്പോൾ നിർത്തുക കേട്ടോ. എണ്ണ എന്ന് പറഞ്ഞാൽ ഓയിൽ വല്ലാതെ ഓയിലല്ല, ഒന്ന് കുഴഞ്ഞ പോലെയാവും. അതേസമയം നമുക്ക് നിർത്തിയിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെന്താ വെച്ചാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഒരു സില്ലിയാക്കി ഇടരുത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ മക്കൾക്ക് ഭാരമായിട്ട് എടുക്കണം എന്നുള്ളതാണ് നമ്മളൊക്കെ ചിന്ത എന്ന് പറയുന്നത്. ഞാനൊക്കെ അങ്ങനെ ചിന്തിക്കുക വെച്ചാൽ ഇപ്പോൾ പറയും, ഞാൻ ഇപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറയും, നമ്മൾ കുറച്ചും കൂടെ ഹെൽത്ത് എക്സസൈസ് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം. വല്ല സുഖേട് വന്ന പിള്ളേർക്ക്, അവിടെ കിടക്കുന്ന പിള്ളേർക്ക് സ്വസ്ഥത ഇല്ലാണ്ടാവും. നമ്മൾ അതുണ്ടാക്കി വെക്കരുത് കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിക്കണതും ശ്രദ്ധിച്ച് കഴിക്കുക. ഒന്നും നമ്മൾ വരുത്തി ഉണ്ടാക്കണം. നമ്മൾ കെയർലെസ് ആകുമ്പോഴാണ് അങ്ങനെയൊക്കെ വരിക. പിന്നെ അവർക്ക് സ്വസ്ഥത ഉണ്ടാവില്ല, നിൽക്കണോടത്ത് ഒന്നും ഇതാവില്ല. അവർ ജോലി ചെയ്യുമ്പോഴും ആയാലും അവർക്ക് അവരുടെ ഭാവിയും കാര്യങ്ങളൊക്കെ നോക്കേണ്ടതല്ലേ. അപ്പോൾ നമ്മൾ ആയിട്ട് നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ടിരുന്നാൽ നമുക്ക് തന്നെ നല്ലത്, പിള്ളേർക്കും നല്ലത് തന്നെയല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ പറയണം. അപ്പോൾ ഇതിനായിട്ട് ഒരു നല്ലൊരു ഇത് വേണം എന്നുള്ളൊരു ചിന്ത കുറച്ച് നാളുകളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നു മാത്രം. അപ്പോൾ ഇതൊരു 3/4 കിലോളം കൂടുതൽ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താ അതിൻ്റെ കണക്കെന്ന് വെച്ചാൽ നമുക്ക് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡേറ്റ്സ് ഇടണം. അപ്പോൾ അതിൻ്റെ കുരു മാറ്റിയതിന് ശേഷം ഇതാക്കുമ്പോൾ നമ്മൾ ശർക്കരയോ ഒന്നും ചേർക്കണില്ല. ശർക്കര നമ്മളിങ്ങനെ പശപ്പാകമായിട്ട് ഇത് ഇടുമ്പോഴാണ് നമ്മൾ ബോളായിട്ട് പിടിക്കുമ്പോൾ ശരിക്കും കിട്ടുക. അതിന് പകരമാണ് നമ്മളിപ്പോൾ ഇത് ഡേറ്റ്സ് ചേർപ്പോൾ. ഡേറ്റ്സിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയണതാണ്. ഡേറ്റ്സ് വളരെ നല്ലതാണ്. അപ്പോൾ ഷുഗർ ഉള്ളവർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇത് ഒഴിവാക്കിയിട്ട് നമ്മൾ ഇത് തന്നെയാക്കിയിട്ട് പൊടിച്ചിട്ട് കഴിക്കേണ്ടി വരും. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഡോക്ടറുടെ അടുത്തൊന്ന് ചോദിക്കാം, ഞാനിങ്ങനെ കഴിക്കുന്നുണ്ട്, ആ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോയെന്നൊന്ന് ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റട്ടെ കേട്ടോ. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, അതും കൂടി ചെയ്തിട്ട് നമുക്ക് ബോൾ ഉരുട്ടിയെടുക്കാം. ഈ ബോൾ നമ്മൾ ഒരു ബോട്ടിലിൽ ആക്കിയിട്ട് വെക്കുക. ഇപ്പോൾ തൽക്കാലം എടുക്കാനായിട്ട് പകുതി മാറ്റി വയ്ക്കണം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് വീണ്ടും ആൽമണ്ട് ഞാൻ പറഞ്ഞെങ്കിൽ കൂടിയിട്ട് ഞാൻ വറുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇത് ഇത്തിരി കട്ടി കൂടിയിട്ടുള്ളതാണ്. നമ്മൾ കാഷ്യൂസ് ഒന്നും പോലെ പെട്ടെന്ന് അങ്ങോട്ട് പൊടിയുന്നതല്ല. അപ്പം നന്നായിട്ടൊന്ന് വേറെ തന്നെ റോസ്റ്റ് ചെയ്യുക. ഒരേ ചൂടല്ല, അല്ലെങ്കിൽ ഒന്നിച്ചിട്ട് റോസ്റ്റ് ചെയ്താൽ മതി. ഇപ്പം ഇത് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് നല്ല ഫ്ലെയിമിലൊന്നും വേണ്ട, സാധാരണ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്നിങ്ങനെ ഇളക്കി എടുക്കാം. ഇന്നെന്തായാലും ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് കഴിക്കുമെന്ന് വിചാരിക്കുന്ന ചേട്ടനൊക്കെ. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും എന്തെങ്കിലും കഴിയുമ്പോൾ എന്നെ ഒന്ന് കളിയാക്കും, എന്തുകൊണ്ടാണ് സാധനം ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് കളിയാക്കും. പക്ഷേ ഇത് ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ ഇത് ചെയ്യാൻ പോകണം, അത് നല്ല കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാമല്ലേ എന്ന് വെച്ചപ്പോൾ കഴിക്കാം. ഇനി തൊട്ട് ഡെയിലി നമുക്ക് ഓരോ ബോൾ വെച്ചിട്ട് കഴിക്കാം. അപ്പോൾ ചിയ സീഡൊക്കെ ഒരു ടേബിൾ സ്പൂണിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷേ ഇതൊരു ടേബിൾ സ്പൂണൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഇതെല്ലാം കൂടി ആകുമ്പോഴല്ലേ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ബോളിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും എന്നും നമുക്ക് ഊഹിച്ചാൽ അറിയാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ കഴിക്കും. നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. എന്ത് കഴിക്കുമ്പോഴായാലും നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. അപ്പോൾ ചിയ സീഡൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വീർക്കും വെള്ളം ചെല്ലുമ്പോൾ. അങ്ങനെയുണ്ട്. ലേശം നെയ്യും കൂടി ചേർക്കാതിൽ കുഴപ്പമൊന്നുമില്ല. നെയ്യ് വേണ്ടാത്തവർക്ക്, ആ സ്മെല്ല് ഇഷ്ടമില്ലെങ്കിൽ അത് ചേർക്കണ്ട കേട്ടോ. നെയ്യ് ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ചെറിയൊരു ഗ്ലേസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ അത് ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് എങ്ങാനും ചേർത്താൽ മതി. അത് നമുക്കിങ്ങനെ ഉരുട്ടി എടുക്കാൻ കണ്ട. ഇത് നമുക്ക് ഉരുട്ടി കിട്ടണില്ലെങ്കിൽ കുറച്ചും കൂടെ ഡേറ്റ്സ് കൂടെ അതിൽ ചേർക്കുക. അതിപ്പോൾ അതിലിട്ട് ആക്കണമെന്നില്ല, നല്ല സോഫ്റ്റ് ഡേറ്റ്സ് കിട്ടുമല്ലോ, അത് ഇതിലിട്ടിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാണ് ബോളിൻ്റെ വലിപ്പം. അല്ലാണ്ട് വലിയ ബോളൊന്നും എടുക്കരുത് കേട്ടോ. വലിയ ബോളൊക്കെ എടുത്തിട്ട് നിങ്ങൾ കഴിക്കാമെന്ന് വിചാരിക്കണ്ട. ഇതാ ഒരു മരുന്ന് പോലെ അങ്ങോട്ട് കഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതാവും. എന്നൊക്കെ കാത്തത് ഇവിടെ ഒരാളിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ആളെ ഞാൻ അനുസരണ പഠിപ്പിക്കാൻ പോവാം. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കോഴിമുട്ടയ്ക്ക് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. കണ്ണ് തെറ്റിയ കോഴിമുട്ട എടുത്തുകൊണ്ട് പോകും. കോഴിമുട്ട എടുത്തുകൊണ്ട് പോകണതല്ല, വഴി നീളെ ഉടച്ചു വിടും. ഇപ്പം എന്ന് വെച്ചാൽ എല്ലാം ക്ലോസ് ചെയ്തിടും. മൂപ്പര് കിടക്കാൻ ഞാൻ എവിടേക്കെങ്കിലും ഒന്നും ഇങ്ങോട്ട് നീ കഴിയുമ്പോഴേക്കും മൂപ്പര് വന്നിട്ട് അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ പഴം കൊടുത്തിട്ടുണ്ട്. ഇനി പഴം കൊടുത്താൽ അവിടെ നിന്ന് പോവില്ല എന്ന് എല്ലാവരും പറയണം. അപ്പോൾ ഇനി കൊടുക്കില്ല എന്തായാലും. മൂപ്പര് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ശല്യമാവുമെന്ന് തോന്നുന്നുണ്ട്. പപ്പായയുടെ അല്ല നല്ലോണം കഴിക്കും. അത് കൊണ്ടുവന്ന് വെച്ച് ഈ ഇറത്ത് വന്നിരുന്നിട്ട് കഴിക്കുന്നതാണ്. പപ്പായയുടെ തളിര് ഇലയുണ്ടല്ലോ, അത് എന്തൊരു ടേസ്റ്റില്ല, അത് ഇരുന്ന് കഴിക്കുന്ന കാണണം.
എന്താ വളരെ നല്ലതാണ് പപ്പായയുടെ ഇല. ഞാനൊരു റെസിപ്പി ഇടണം എന്നൊക്കെ വിചാരിച്ചതാട്ടാ. കാരണം അതിൻ്റെ ഗുണങ്ങളും അതൊക്കെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. പപ്പായയുടെ ഇല പല രോഗങ്ങൾക്കും ഈ പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ കുറഞ്ഞവർക്കൊക്കെ കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനത് അതിൻ്റെ ഒരു റെസിപ്പി ഇടണം എന്നൊക്കെ വിചാരിച്ചത്. ഓക്കെ, ഞാൻ കുറേ നേരമായി വർത്താനം പറയണത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ. വീണ്ടും കാണാം. ഓക്കെ, ബൈ.